നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ കടക്കാം. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത പലതരം സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിനിമാ മേഖലയിൽ നടന്നിരുന്നു. അതിന്റെ ചുവട് പിടിച്ച സിനിമാ കഥ എന്നോണമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരുപാട് വിവാദങ്ങൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. പരാതിക്കാരിയായ നടിക്കെതിരെയുള്ള വാദങ്ങൾ മുഖവിലേക്കെടുക്കാതെയാണ് ഹൈക്കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം ഇന്ന് തള്ളിയത്. ഒരുപക്ഷെ ഇന്ന് വാർത്താപ്പകലുടനീളം നിന്നത്, അല്ലെങ്കിൽ എല്ലാ ചാനലുകളും നിന്നത്, എല്ലാ മാധ്യമങ്ങളും നിന്നത് ഈ ഒരു വാർത്തയിൽ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ സിദ്ദിഖ് ഒളിവിലുമാണ് എന്നറിയുന്നു. അതിജീവിത പരാതി നൽകാൻ വൈകിയത് വീഴ്ചയായി കണക്കാക്കാൻ ആകില്ല എന്ന സിദ്ദിഖിന്റെ വാദമെല്ലാം കോടതി ഇന്ന് തള്ളുകയായിരുന്നു. ഉത്തരവിൽ കോടതി ഇത് വ്യക്തമാക്കുകയും ചെയ്തു. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന സിദ്ദിഖിന്റെ വാദം അനാവശ്യമെന്നും കോടതി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിഗൂഢമായ മൗനം പാലിച്ചെന്നും കോടതിയുടെ വിമർശനം ഇന്നുണ്ടായി. കാണാം ഇന്നത്തെ ടോപ്പ് സ്റ്റോറി എന്താണ്. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല, പരാതി നൽകാൻ വർഷങ്ങൾ കാലതാമസമുണ്ടായി. സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച ഇതുൾപ്പെടെയുള്ള വാദങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. അതിജീവിതയുടെ സ്വഭാവവും വിശ്വാസ്യതയും സംശയിക്കേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി. മറിച്ചുള്ള വാദം അനാവശ്യം. പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാൻ എന്നായിരുന്നു ജസ്റ്റിസ് CS ഡയസിന്റെ നിരീക്ഷണം. ജാമ്യം ഇത് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ SITക്ക് എതിരെ ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കംപ്ലൈൻ്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ ഈ ഇലക്ട്രോണിക് എവിഡൻസ് പിന്നെ പ്രതിക്ക് നശിപ്പിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള സമയം ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാക്ഷികളെ ആണെങ്കിലും ഒക്കെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ളൊരു ടൈം അതൊരു ഫാക്ടർ തന്നെയാണ്. സമൂഹത്തിൽ ഏതവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുണ്ടെന്ന് ബിൽക്കിസ് ബാനു കേസ് ചൂണ്ടിക്കാട്ടി കോടതി വ്യക്തമാക്കി. കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഒപ്പം തെളിവുകളും കണക്കിലെടുത്താൽ കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഈ ദിവസങ്ങളിലും ഈ നിമിഷങ്ങളിലും തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ സമയം മേടിക്കുകയാണ് പ്രതിഭാഗം എല്ലാ കേസിലും ചെയ്യുന്നത്. അത് ഈ കേസിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് തടയുന്നതിന് SITക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ നാളെ കുറ്റപത്രം കൊടുക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട തെളിവുകളല്ലേ ഇതിനകത്ത് ഹാജരാക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെയും കോടതി വിമർശിച്ചു. 5 വർഷം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിഗൂഢമായ മൗനം പാലിച്ചു. കോടതി ഇടപെടലിനെ തുടർന്നാണ് റിപ്പോർട്ട് വെളിച്ചം കണ്ടത്. പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് പ്രതിഭാഗത്തിന്റെ വാദമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ലൈംഗികമായി ആക്രമിക്കപ്പെടുന്ന സ്ത്രീക്കുണ്ടാകുന്ന അനുഭവം അവരുടെ സ്വഭാവത്തെയല്ല, അവർ നേരിടുന്ന ദുരിതത്തെയാണ് കാണിക്കുന്നതെന്ന ശ്രദ്ധേയമായ പരാമർശവും കോടതി നടത്തി. 24 കൊച്ചി. അപ്പൊ എന്തായാലും ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയേക്കുമെന്ന വാർത്ത വന്നത് അല്പസമയം മാത്രം. സൂചനകൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്തോ കൊച്ചിയിലോ എത്തി കീഴടങ്ങാനാണ് സാധ്യത എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. സുപ്രീം കോടതിയെ സമീപിച്ചാൽ തിരിച്ചടി ആയേക്കുമെന്നാണ് നിയമോപദേശം. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി 7.5 മണിക്കൂർ പിന്നിട്ടിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖിനായി കൊച്ചി നഗരത്തിലും പുറത്തും പോലീസ് വ്യാപക പരിശോധന നടത്തുകയാണ്. കാക്കനാട്ടും ആലുവയിലുമുള്ള വീടുകളിൽ സിദ്ദിഖിനെ തേടി പോലീസ് എത്തിയിരുന്നു. സിദ്ദിഖ് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് പ്രവിത. അത് നമ്മുടെ പൂക്കോട് വെറ്ററിനറി കോളേജുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ മുൻ ഡീനെയും മുൻ അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുത്തു എന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ ഇപ്പോൾ വെറ്ററിനറി കോളേജ് എന്തായാലും പ്രേക്ഷകർ മറക്കാനിടയില്ല. അതെ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ആൾ ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അന്ന് ആ സംഭവത്തിന് ശേഷം സസ്പെൻഷനിലായിരുന്നു ഇരുവരും. ഇപ്പോൾ ഇവരെ തിരിച്ചെടുത്തിരിക്കുന്നു സർവീസിലേക്ക് എന്നൊരു വാർത്ത വരുന്നു. 6 മാസത്തെ സസ്പെൻഷൻ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പാലക്കാട് തിരുവിഴാംകുന്ന് കോളേജ് ഓഫ് ഏവിയേഷൻ സയൻസസ് ആൻഡ് മാനേജ്മെന്റിലേക്കാണ് ഇരുവർക്കും ഇപ്പോൾ നിയമനം എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പീഡന പരാതികളിൽ നടനും കൊല്ലം MLAയുമായ M മുകേഷിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. 3 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. നടൻ ജയസൂര്യക്കെതിരെ പരാതി നൽകിയ നടി ഇന്ന് കോലഞ്ചേരി കോടതിയിൽ രഹസ്യമൊഴി നൽകി. ഇന്ന് രാവിലെ 10:15ഓടെയാണ് M മുകേഷ് MLA പ്രത്യേക അംഗത്തിന് മുന്നിൽ ഹാജരായത്. 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയായിരുന്നു. 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യമാണ് വ്യവസ്ഥ. പണം തട്ടാനുള്ള നീക്കമാണ് തനിക്കെതിരെ ആരോപണത്തിന് പിന്നിലെന്ന് M മുകേഷ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. അവരിൽ നിന്നും അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകളെ ക്രോസ് ചെക്ക് ചെയ്ത് അത് അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും നമുക്ക് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനൊക്കെയുള്ള അവസരമാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് മുകേഷിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. M മുകേഷിന്റെയും പരാതിക്കാരുടെയും മൊഴികൾ അന്വേഷണ സംഘം ഒത്തുനോക്കുകയാണ്.
തിന്നുന്നവൻ വെള്ളം കുടിക്കണം, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഫ്യൂച്ചറിൽ ഇതേപോലത്തെ മുകേഷുമാർ മുള പൊട്ടരുത്. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. മലയാള സിനിമ ഒരു ശുദ്ധികലാശം ആവശ്യമാണ്. ലൊക്കേഷനിൽ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് ജയസൂര്യക്കെതിരെ പരാതി നൽകിയ നടി ഇന്ന് രഹസ്യമൊഴി നൽകി. കോലഞ്ചേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടി രഹസ്യമൊഴി നൽകിയത്. കേസിലെ പരാതിക്കാരെ സ്വാധീനിക്കരുതെന്നും ഭീഷണിപ്പെടുത്തരുതെന്നും അന്വേഷണ സംഘം എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്നതടക്കമുള്ള വ്യവസ്ഥകളും മുകേഷിന്റെ ജാമ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരാതിക്കാരിയുടെ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ച ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. 24 കൊച്ചി. എപ്പോഴും ചോദിക്കുന്നതാണ് അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള അപ്ഡേറ്റ്സ് ആണുള്ളതെന്ന്. അപ്പം പ്രജൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഷിരൂരിൽ എന്താണ് ഇന്നത്തെ തിരച്ചിലുണ്ടായി നോക്കുക. ഇന്നും നിരാശ തന്നെയായിരുന്നു ഫലം. അർജുന്റെ ലോറിയുടെ ഒരു ഭാഗവും ഇന്ന് തിരച്ചിൽ കണ്ടെത്താനായില്ല. മറ്റു 2 സ്പോട്ടുകളിൽ നാളെ ഡ്രഡ്ജിംഗ് നടത്തുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. ഐബോ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയ 4 സ്പോട്ടുകളാണ് റിട്ടയർഡ് മേജർ M ഇന്ദ്രപാലൻ ദൗത്യസംഘത്തിന് വീണ്ടും അടയാളപ്പെടുത്തി നൽകിയത്. ഇതിൽ കരയിൽ നിന്ന് 132 മീറ്റർ അകലെയുള്ള CP4-ൽ കൂടുതൽ ലോഹ സാന്നിധ്യമുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ. ഓരോ സ്പോട്ടിലും 30 മീറ്റർ ചുറ്റളവിൽ മണ്ണ് നീക്കം ചെയ്യാനാണ് തീരുമാനം. എന്നാൽ CP3-ലും CP4-ലും ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഒരു ഭാഗവും കണ്ടെത്താനായില്ല. പുഴയിൽ പതിച്ച ടാങ്കർ ലോറിയുടെ മഡ്ഗാർഡ് മാത്രമാണ് ഇന്ന് കണ്ടെത്തിയത്. Recovered one plate, and that plate belongs to what, as per their assumption, that plate belongs to Arjun's vehicle because of that color is red. Okay. ശക്തമായ ലോഹ സാന്നിധ്യമുണ്ടെന്ന് പരിശോധനയിൽ തെളിഞ്ഞ സ്പോട്ട് 4-ൽ തെരച്ചിൽ പൂർത്തിയായിട്ടും ഫലം നിരാശയാണ്. 24 ഷിരൂർ. അപ്പോൾ ഇനിയുണ്ട് വാർത്തകളും വിശേഷങ്ങളും എല്ലാം. കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്രവിധിയെ വീണ്ടും ഗുഡ് നൈറ്റിന്റെ ഫ്ലോറിൽ കണ്ടതിന്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രവിധ, അപ്പോൾ 2 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരോട് പറയും? 2 ദിവസം വളരെ സമാധാനപരമായി നമ്മുടെ വീട്ടിലിരുന്നു. അതോടൊപ്പം എനിക്ക് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷഫീദ് റാവുത്തറിന്റെ അനിയത്തിയുടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി അതെല്ലാം കൂടി പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും ചോദിച്ചത് എന്താണെന്നറിയോ, പ്രവിതാലക്ഷ്മി ഓണസദ്യ എന്ന് മിസ്സായി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനായിട്ട് പോയതായിരിക്കും. സദ്യയും ഒക്കെ പായസം ഒക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സദ്യ അവിടെ കല്യാണത്തിന് പോയപ്പോ സദ്യ കഴിച്ചു. പക്ഷെ അതല്ലാണ്ട് പിന്നെ വീട്ടിൽ പായസം ഒന്നും ഉണ്ടാക്കി. അത് ഓണത്തിന്റെ കൂടെ അതങ്ങ് തീർന്നു. ഇപ്പൊ ചെന്നിട്ട് കാര്യമില്ലല്ലോ. അതാണ് വീട്ടിലെ വിശേഷം. പിന്നെ വീണ്ടും വീടും നാടും ഒക്കെ കാണാൻ പറ്റിയതിലൊരു സന്തോഷമുണ്ട്. എത്രയാണെങ്കിലും നമ്മൾ വളർന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അതുണ്ടായി. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നമ്മൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക്, ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്, അതിലേക്ക് പോവുകയാണ്. അതെ, നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് മുൻ ഡീനിനെയും മുൻ അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുത്തു. ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന മാനേജ്മെന്റ് കൗൺസിലിലാണ് ഈ തീരുമാനമുണ്ടായത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഡീൻ നാരായണനെയും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡനായിട്ടുള്ള ആർ കാന്തനാഥനെയുമാണ് തിരിച്ചെടുത്തിരിക്കുന്നത്. 6 മാസം സസ്പെൻഷൻ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് പാലക്കാട് തിരുവിഴാംകുന്ന് കോളേജ് ഓഫ് ഏവിയൻ സയൻസ് ആൻഡ് മാനേജ്മെന്റിലേക്കാണ് ഇവർക്ക് നിയമനം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന മാനേജ്മെന്റ് കൗൺസിൽ യോഗത്തിലാണ് ഇത് ഹൈക്കോടതിയിലുള്ള പരിഗണനയിലുള്ള വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടി അച്ചടക്ക നടപടിക്ക് കൂടുതൽ നടപടി വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതേസമയം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ KS അനിൽ, T സിദ്ദിഖ് MLA, ഫാക്കൽറ്റി ഡീനായിട്ടുള്ള K വിജയകുമാർ, അധ്യാപക പ്രതിനിധി PT ദിനേശ് എന്നിവർ മാനേജ്മെന്റ് കൗൺസിൽ ഈ തീരുമാനത്തിൽ വിയോജിപ്പ് അറിയിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അച്ചടക്ക നടപടികളിലേക്ക് കടക്കണമെന്നാണ് 4 പേര് ശുപാർശ ചെയ്തത്. 12 പേരുടെ പിന്തുണയോടെ കൂടിയാണ് ഈ സ്ഥലം മാറ്റ തീരുമാനം അംഗീകരിച്ചിരിക്കുന്നത്. അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് താൻ ശുപാർശ ചെയ്തെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചാണ് ഈ തീരുമാനം എടുത്തതെന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള KS അനിൽ പറയുകയുണ്ടായി എന്നുള്ളതാണ് യോഗത്തിൽ നിന്ന് വ്യക്തമാകുന്ന വിവരം. കോളേജ് മാറിയാലും സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്നുള്ള അച്ചടക്ക നടപടി ബാധകമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഈ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അടുത്ത ദിവസം തന്നെ ഗവർണർക്ക് അയക്കാനുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് കോളേജിൽ വെച്ച് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി സിദ്ധാർത്ഥൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും ഡീൻ MK നാരായണനും അസിസ്റ്റന്റ് വാർഡനായിട്ടുള്ള ആർ കാന്തനാഥനും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 7 മാസമായി ഇരുവരും സസ്പെൻഷനിലാണ്. സസ്പെൻഷൻ കാലാവധി അവസാനിച്ചതോടെ ഇരുവർക്കും വീഴ്ച പറ്റിയെന്നും 45 ദിവസത്തിനുള്ളിൽ മാനേജ്മെന്റ് കൗൺസിൽ ചേർന്ന് എന്തു നടപടിയെടുത്തെന്ന് അറിയിക്കണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ്
മാനേജ്മെന്റ് കൗൺസിൽ യോഗം ചേർന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ആർ കാമനാഥൻ യൂണിവേഴ്സിറ്റി നടപടിക്രമം പാലിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹൈക്കോടതി ഹർജി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നു. ഇതും പരിഗണിച്ചാണ് ഇപ്പോൾ സ്ഥലം മാറ്റി ഇരുവരെയും തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് മുൻ ഡീനിനെയും മുൻ അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുത്തു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒരു രാഷ്ട്രീയ കൗതുകമുണ്ടായ ഒരു സംഭവം തന്നെയാണ് ഇന്ന് കണ്ണൂരിൽ നടന്നത്. ആ വാർത്തയിലേക്കാണ്. പരിഭവം മറന്ന് CPI നേതാവ് EP ജയരാജൻ വീണ്ടും പാർട്ടി വേദിയിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ടു. കണ്ണൂരിൽ പാർട്ടി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ EP എത്തിയത് ഉദ്ഘാടകനായിട്ടായിരുന്നു. LDF കൺവീനർ പദവിയിൽ നിന്ന് നീക്കിയതിനു ശേഷം ഇതാദ്യമായാണ് EP പാർട്ടി വേദിയിൽ എത്തുന്നത്. ഇടതുമുന്നണി കൺവീനർ പദവിയിൽ നിന്ന് നീക്കിയിട്ട് 25 ദിവസം പിന്നിടുമ്പോഴാണ് EP ജയരാജൻ പാർട്ടി വേദിയിൽ തിരിച്ചെത്തുന്നത്. പദവി നഷ്ടത്തിന് പിന്നാലെ കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിലെത്തിയ EP പിന്നീട് പാർട്ടി വേദികളിൽ എത്തിയിരുന്നില്ല. പാർട്ടി നിശ്ചയിച്ചിട്ടും കണ്ണൂരിലെ ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ നിന്നടക്കം വിട്ടുനിന്നു. ഒടുവിൽ സസ്പെൻസിനും പരിഭവത്തിനും താൽക്കാലിക പരിസമാപ്തി. മാധ്യമങ്ങൾ ദുഷ്പ്രചരണം നടത്തുന്നുവെന്നാരോപിച്ച് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജാഥ EP മുന്നിൽ നിന്ന് നയിച്ചു. താൻ മാധ്യമങ്ങളുടെ ഇരയെന്ന് EP. ഏതവസരങ്ങളെയും ഇടതുപക്ഷത്തിനെതിരായി പ്രചാരവല നടത്താൻ മാധ്യമരംഗത്ത് ഉപയോഗപ്പെടുത്തുകയാണ്. സംഘടിതമാണത്. മാധ്യമങ്ങൾ ചെയ്യുന്നത് വ്യക്തിഹത്യ. ഇവിടെ മാധ്യമങ്ങളുടെ ഇരയായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്തെല്ലാം ആക്ഷേപങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. പിണക്കവും ഇണക്കവും EPക്ക് പുതുമയല്ല. മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോഴും PB അംഗത്വം അകന്നപ്പോഴും അടക്കം പലതവണ പിണക്കവും അതൃപ്തിയും പരസ്യമാക്കിയ നേതാവ് ഒടുവിൽ മഞ്ഞുരുകുന്നുവെന്ന സൂചന നൽകുന്നു. പിണക്കം മാറിയോ എന്ന ചോദ്യത്തോട് പക്ഷേ EP ജയരാജൻ പ്രതികരിച്ചില്ല. 24 കണ്ണൂർ. ഇപ്പോൾ നമുക്കൊന്ന് കമന്റ് ബോക്സിലേക്ക് ഒന്ന് വളരെ പെട്ടെന്ന് പോകാൻ തോന്നുന്നു. ഇതാ ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നു. അതിൽ റീന സതീശൻ പറയുന്ന കാര്യം ഇതാണ്. പ്രവീത ഒരു കാര്യം പറയാം, രണ്ടുപേര് നാളെ മുതൽ കൃത്യം 10:30 ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ രണ്ടുപേരും ഇമ്പോസിഷൻ എഴുതേണ്ടി വരും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പാരൻസിനെ കൂട്ടി ക്ലാസ്സിൽ വരേണ്ടി വരും. എൻ്റെ ഉമ്മോ റീന സതീശൻ ഒരു കാര്യമുണ്ട്. തൽക്കാലം നമ്മുടെ ഷോയുടെ ടൈം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. 10:45 തൊട്ട് 11:30 വരെയാണ് ഇനി ഗുഡ് നൈറ്റ് ഷോ ഉണ്ടാവുക. അത് കഴിഞ്ഞ ദിവസം തൊട്ട് പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, കുറച്ച് കൂടുതൽ പോലീസ് ഡയറിയിലെ വാർത്തകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അതോടൊപ്പം ധന്യ വിയർ പ്രവിതയെ 2 ദിവസം കാണാനില്ലായിരുന്നു. എവിടെ പോയി? ഞാൻ എൻ്റെ വീട്ടിൽ പോയതാണ്. അങ്ങനെ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒന്നും പോയതാണ്. അപ്പോൾ പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ രണ്ടിൽ ഒരാളില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനുള്ള ഉത്തരം കൂടി ആയല്ലോ. സുമേഷ് കുറച്ച് നേരായിട്ട് പറയുന്നു, പ്രവിത വന്നപ്പോഴാണ് പ്രജൻസിക്ക് ഒരു എനർജി വന്നത്. എവിടെ നോക്കട്ടെ. പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഹനാൻ ബദർ നഗർ പറയുന്നു, സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. മറ്റൊരാളുടെ വ്യക്തിത്വത്തെയും സ്വകാര്യ ജീവിതത്തെയും ബാധിക്കുന്ന ഒന്നും ഉണ്ടാകരുത്. മാനുഷിക വികാരങ്ങൾ ഏതൊരാൾക്കും വിലപ്പെട്ടതാണ് എന്നൊരു കാര്യമാണ് ഹനാൻ ബദർ നഗർ പങ്കുവെക്കുന്നത്. പ്രിയങ്ക പറയുന്നത്, പ്രവിതയ്ക്ക് ഇനി അടുപ്പിച്ച് 2 ദിവസത്തെ ലീവ് കൊടുക്കണ്ടെന്ന്. കിട്ടില്ല, തരില്ല അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് എന്ന് പറയുന്ന ഒരു അഴിയിൽ ഇങ്ങനെ ഒരു കമന്റ്, പാവപ്പെട്ടവന്റെ പേരിൽ ഒരു അടിപിടി ഉണ്ടായാൽ കാട്ടിനകത്ത് പോയും പിടിക്കുന്ന പോലീസ് പ്രമുഖ പീഡന കേസിൽ ആളെ പിടിക്കാൻ നാടകം കളിക്കുന്നു എന്നാണ്. ഇപ്പോൾ സിദ്ദിഖിന്റെയും മുകേഷിന്റെ ഒക്കെ കാര്യത്തിലാണ് അങ്ങനെ ഒരു കാര്യം ഒരുപക്ഷെ സൂചിപ്പിച്ചിട്ടുണ്ടാവാം. അനുഷ്ക ഒരു ഹായ് തരുമെന്ന് പറയുന്നുണ്ട്. ഹായ് അനുഷ്ക. അപ്പം മൂസക്കോയ പറയുന്നു, പ്രാപ്രകളെ നിങ്ങൾ ആരെങ്കിലും ലീവ് എടുക്കുന്ന ദിവസം SKനോടൊന്ന് വരാൻ പറയണം. SKയുടെ ഒരു പാട്ട് കേൾക്കാനാണ് എൻ്റെ ആഗ്രഹം. പൂവണിയോ നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, SK പാടും. മറ്റൊന്നതാ മിനി ബാബു, പ്രജിന് വീട്ടിൽ പോകേണ്ടേ 2 ദിവസം, പിന്നെ പോകണം, അവിടെ തന്നെ പോയി കളയാം. അപ്പോൾ നിങ്ങളുടെ കമന്റുകളും അഭിപ്രായങ്ങളൊക്കെ പോരട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നേരിട്ട് നമ്മൾ സ്ക്രീനിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കോളുകളും പോരട്ടെ. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ഇന്നലെയൊക്കെ നമ്മൾ പങ്കുവച്ച വാർത്ത തന്നെയാണ്. CPI നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇപ്പോഴും വിഷയത്തിൽ തീരുമാനമെടുക്കാൻ എറണാകുളം മെഡിക്കൽ കോളേജ് ഉപദേശക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. എതിർപ്പുന്നയിച്ച മകൾ ആശയെ അനുനയിപ്പിക്കാൻ CPIM ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ശ്രമം തുടങ്ങി. ആശയെ ചിലർ രാഷ്ട്രീയ ആയുധമാക്കിയെന്ന് MM ലോറൻസിന്റെ മകൻ ML സജീവൻ 24നോട് പറഞ്ഞു. ശനിയാഴ്ച അന്തരിച്ച MM ലോറൻസിന്റെ ഭൗതിക ശരീരം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകാൻ കഴിയില്ലെന്നും പള്ളിയിൽ സംസ്കരിക്കണമെന്നുമാണ് മകൾ ആശ ലോറൻസിന്റെ നിലപാട്. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ എറണാകുളം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉപദേശക സമിതി രൂപീകരിച്ചു. പ്രിൻസിപ്പൽ, ഫോറൻസിക് വിഭാഗം മേധാവി, അനാട്ടമി മേധാവി, സൂപ്രണ്ട്,
വിദ്യാർത്ഥി പ്രതിനിധി എന്നിവർ സമിതിയിൽ അംഗങ്ങളാണ്. കുടുംബത്തോട് നാളെ സമിതിക്ക് മുന്നിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം MM ലോറൻസിന്റെ മരണം ചിലർ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തെന്ന് മകൻ ML സജീവൻ ആരോപിച്ചു. 10 വർഷത്തിലേറെയായി പിതാവ് ആശയുമായി സംസാരിക്കാറില്ലെന്നും ML സജീവൻ. എൻ്റെ സിസ്റ്ററെ അവൾക്ക് അങ്ങനെ ഡീപ്പായിട്ട് പൊളിറ്റിക്സ് ഉള്ള ആളായിട്ട് എൻ്റെ അറിവിലില്ല. അത്രയ്ക്ക് ഡീപ്പായിട്ട് പൊളിറ്റിക്സ് അറിയില്ല. അവൾക്ക് വേറെ ചില കാരണങ്ങൾ കൊണ്ടുള്ള ദേഷ്യങ്ങൾ ഇതിൽ കൂടി പ്രചരിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രതികരിക്കുന്നുണ്ടാവും. അവൾക്ക് അവളുടേതായിട്ടുള്ള റീസണിങ് ഉണ്ടാവും, ന്യായീകരണങ്ങളുണ്ടാവും. പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യുകയും എക്സ്പ്ലോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത് ഒട്ടും ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിലല്ലാതെ അവളെ ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അവൾക്ക് അതിനുള്ള പക്വതയുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? വിഷയത്തിൽ കുടുംബാംഗങ്ങളും CPM ജില്ലാ നേതൃത്വവും അനുനയ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ അഭിപ്രായമനുസരിച്ച് വേണം തീരുമാനമെടുക്കാനെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. CPIM-ഉം CITU-വും എറണാകുളത്ത് സ്വീകരിച്ചത് മൃതശരീരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സഖാവ് ലോറൻസിൻ്റെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായത്തിന് വിധേയമായി ചെയ്യണമെന്നുള്ളതാണ്. കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളിലുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് ഒരു മകൾ പ്രകടിപ്പിച്ചു. അത് അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന വിഷയമല്ല. തന്റെ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് ആശയുടെ തീരുമാനം. 24 കൊച്ചി. അപ്പോൾ എന്തായാലും അതൊരു വളരെ ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. MM ലോറൻസിന് ഇപ്പോഴും വലിയ നേതാവിൻ്റെ മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിൽ കിടക്കുന്നു. അത് എന്ത് ചെയ്യണം എന്നതിൽ അനിശ്ചിതത്വം, അത് മക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത, ഇതൊക്കെ ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒരു എന്താണ് പറയുക, ഒരു ആ രീതിയിൽ ഒരു യാത്രയപ്പല്ല ആ നേതാവിന് നൽകേണ്ടത് എന്ന് ഉറപ്പായും പറയാം. ഇപ്പൊ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. ജെനിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ഹലോ, ഹായ്. ഹായ് ഹായ് ജെനി, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നോ? സുഖം. ഡോക്ടറാണോ? ഡോക്ടർ ജെനി? ഓർത്തോഡോണ്ടിസ്റ്റ് ആണ്. ഫൈൻ. അത് ശരി. വർക്ക് ചെയ്യുന്നത് എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? പത്തനംതിട്ടയിൽ തന്നെയാണോ? പത്തനംതിട്ടയിലുണ്ട്, അടൂരിലും ഉണ്ട്. രണ്ടിടത്തും മാറി മാറി വർക്ക് ചെയ്യുന്നുണ്ട്. സ്വന്തം ക്ലിനിക് ആണോ? ഡോക്ടറാണ്? അല്ല, കൺസൾട്ടന്റാ. ഓക്കെ, ഫൈൻ. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ഷോ കാണാറുണ്ടോ? 24 കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം എന്താണ്? ന്യൂസ് ഏതാണ്? Your news is very up to date, so we really look forward to it. Okay. ഓക്കെ. അപ്പോൾ നാട്ടിലെവിടെ സെറ്റിൽ ആയിട്ട് എത്ര നാളായി? ഇവിടെ തന്നെ പത്തനംതിട്ടയിൽ തന്നെയാണോ ജനിച്ചതും വളർന്നതും ഒക്കെ? അല്ല, ഇപ്പം ജസ്റ്റ് ആഫ്റ്റർ മാരേജ് ഷിഫ്റ്റഡ് ടു പത്തനംതിട്ട. അതിന് മുന്നേ എവിടെയായിരുന്നു? മഹാരാഷ്ട്രയില്. ഓക്കെ, അത് മനസ്സിലായി. സംസാരം കേട്ടപ്പോ മനസ്സിലായി. ഫ്ലുവന്റ് അല്ല മലയാളം എന്ന് തോന്നി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അപ്പ, അമ്മ, ഹസ്ബൻഡ്. അപ്പൊ എങ്ങനെ പത്തനംതിട്ടയിൽ ഇപ്പം എങ്ങനെയുണ്ട്? പത്തനംതിട്ടയിലെ ആ ജോലിയും അപ്പം തിരക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയായിരിക്കുമല്ലോ അല്ലേ? ഇറ്റ്സ് നൈസ്. ഓക്കെ. ഇപ്പോ ഡോക്ടർ, 2 നേരം പല്ല് തേക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ രാത്രി നേരമാണ്, നമ്മുടെ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് മസ്റ്റ് ആക്കേണ്ടതല്ലേ? മസ്റ്റ് ആക്കേണ്ടത് റീസൺ ഐ ടെൽ യു. നമ്മൾ രാത്രി മൊത്തം ലൈക്ക് ക്ലീൻ ചെയ്യുന്നില്ല, ഈവൻ വാട്ടർ ത്രൂ ഫ്ലഷ് ആവുന്നില്ല നമ്മുടെ മൗത്ത്. സോ ഇറ്റ്സ് നെസസറി ദാറ്റ് രാവിലെ ബ്രഷ് ചെയ്യുന്ന ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ സോഷ്യൽ ലൈഫ്, ബട്ട് നൈറ്റ് ബ്രഷിംഗ് ഇസ് ഗുഡ് ഫോർ യുവർ ഓവറോൾ ഹെൽത്ത്. അപ്പൊ അതാണ് ഡോക്ടറിന് കൊടുക്കാനുള്ള ഒരു ടിപ്പ് അല്ലേ? ചുളുവിൽ ഞാനൊരു കാര്യം ചോദിച്ചാണ്, നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഉപകാരപ്പെട്ടെന്ന് വെച്ചിട്ടാണ്, ഡോക്ടറെ കിട്ടിയതുകൊണ്ടാണ് ആ കാര്യം എടുത്തു ചോദിച്ചത്. എനിവേ, താങ്ക് യു സോ മച്ച് ഡോക്ടർ വിളിച്ചതിന്. ഇനിയും തുടർന്ന് നമ്മുടെ ഷോ കാണുക, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. നൈസ് ടോക്കിംഗ് വിത്ത് യു ഡോക്ടർ. ഓക്കെ, ഡോക്ടർ ജെനിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചത്. അപ്പോൾ നമുക്കൊരു ഓർത്തോഡോണ്ടിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അത് വളരെ നന്നായി. അത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രേക്ഷകരിലേക്ക് അടുത്തൊരു ഇൻഫർമേഷൻ കൂടി വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് എടുത്തൊരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്ത്. ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുന്ന അറിഞ്ഞിരിക്കേണ്ട കാര്യം കൂടിയാണ്. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിരക്ക് ഏകീകരിച്ച് സർക്കാരിന് ഉത്തരവ് വന്നിരിക്കുന്നു. ICU, AC വെന്റിലേറ്റർ സൗകര്യങ്ങളുള്ള ആംബുലൻസുകൾ മുതൽ ഒമ്നി
നോൺ AC ആംബുലൻസിൽ വരെയുള്ള വിഭാഗങ്ങൾക്ക് ഏകീകൃത നിരക്ക് ബാധകമാണ് എന്നറിയുക. ക്യാൻസർ രോഗികൾക്കും BPL കാർഡ് ഉടമകൾക്കും കുട്ടികൾക്കും ആംബുലൻസ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഇളവ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ആംബുലൻസുകൾക്ക് ഏകീകൃത നിരക്ക് തീരുമാനിക്കുന്നത്. 4 വിഭാഗങ്ങളായാണ് നിരക്ക് നിശ്ചയിച്ചത്. AC ICU വെന്റിലേറ്റർ ആംബുലൻസുകൾക്ക് 10 കിലോമീറ്റർ മിനിമം നിരക്ക് 2500 ആക്കി. 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ഓരോ കിലോമീറ്ററിനും 50 രൂപ ഈടാക്കും. ആശുപത്രിയിൽ എത്തിയ ശേഷം 1 മണിക്കൂറിൽ കൂടുതൽ കാത്തുകിടക്കുന്നതിന് ഓരോ മണിക്കൂറിനും 350 രൂപ വെയിറ്റിംഗ് ചാർജ് നൽകണം. ട്രാവലർ വിത്ത് AC ആംബുലൻസുകൾക്ക് മിനിമം നിരക്ക് 1500-ഉം 10 കിലോമീറ്റർ കഴിഞ്ഞാൽ കിലോമീറ്ററിന് 40 രൂപയും നൽകണം. 20 രൂപയാണ് വെയിറ്റിംഗ് ചാർജ്. നോൺ AC ട്രാവലർ ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് 1000 രൂപ, വെയിറ്റിംഗ് ചാർജ് 200 രൂപയും കിലോമീറ്ററിന് 30 രൂപയും നൽകണം. AC ഒമിനി ആംബുലൻസിന് 800 രൂപയും നോൺ AC ഒമിനി ആംബുലൻസിന് 600 രൂപയുമാണ് മിനിമം നിരക്ക്. 10 കിലോമീറ്ററിനകത്താണെങ്കിൽ മിനിമം ചാർജ് കൊടുത്താൽ മതി. 10 കിലോമീറ്റർ കഴിഞ്ഞാണ് അഡീഷണൽ ചാർജ് വരുന്നത്. കാരണം ഹോസ്പിറ്റലിൽ 10 കിലോമീറ്ററിനകത്താണെങ്കിൽ ഒരു റിട്ടേൺ വരണമല്ലോ. ഈ 10+10 എന്ന് പറയുന്നത് 20 കിലോമീറ്റർ വെച്ചേക്കുന്ന അവർക്ക് ഒരിക്കലും ഇത് മറ്റു വാഹനങ്ങളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല. ഇപ്പോൾ ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും ഒക്കെ നമുക്ക് റിട്ടേൺ കിട്ടും, അവർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് 10+10 എന്ന് പറയുമ്പോൾ മിനിമം ചാർജ് വരും. BPL കാർഡ് ഉടമകൾക്ക് വെന്റിലേറ്റർ AC ആംബുലൻസുകളിൽ ആകെ തുകയുടെ 20% ഇളവ് നൽകും. അപകടങ്ങൾ നടന്നാൽ തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ സൗജന്യമായി എത്തിക്കുന്നതിനും തീരുമാനമായെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ക്യാൻസർ രോഗികൾക്കും കുട്ടികൾക്കും പ്രത്യേക ഇളവുകളും അനുവദിച്ചു. ക്യാൻസർ രോഗികൾക്കും 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ആംബുലൻസ് സൗകര്യം ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ കാസർഗോഡ് നിന്നൊക്കെ ചിലപ്പോഴും RCCയിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരാറുണ്ട്. 10,26,000 രൂപ അതിന് ചാർജ് വരാറുണ്ട്. അപ്പോൾ അതിൽ ഓരോ കിലോമീറ്ററിനും 2 രൂപ വെച്ച് കുറവ് ചെയ്യും. ആംബുലൻസ് ഡ്രൈവർമാർക്ക് യൂണിഫോം ഏർപ്പെടുത്താനും തീരുമാനമായി. നേവി ബ്ലൂ ഷർട്ടും കറുത്ത പാൻറ്റുമാണ് യൂണിഫോം. ആംബുലൻസുകളിൽ ലോഗ് ബുക്കും സൂക്ഷിക്കും. 24 തിരുവനന്തപുരം. പലപ്പോഴും ആംബുലൻസുകൾ വലിയ നിരക്ക് ഈടാക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരാറുണ്ട്, നമ്മളത് സംപ്രേഷണം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇതെന്തായാലും വലിയ ഉപകാരപ്രദമാണ്. തീർച്ചയായിട്ടും ആ ഏകീകൃത നിരക്ക് എന്താണെന്ന് ഇതിനോടകം പ്രേക്ഷകർ മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചെറിയൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ 3 കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പോവാണ്. അതെന്താണ്? ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ പ്രജൻ ചോദ്യം? കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു പക്ഷെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും, പക്ഷെ അത് വേണമെന്നില്ല. ബേസിക് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് പുതിയ കുട്ടികൾക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അതായത് ഓക്ക്, ഗ്രീൻ, DNA 3 വ്യത്യസ്ത പേരിലാണ്. ഓക്ക്, ഗ്രീൻ ആൻഡ് DNA. ഈ 3 പേരുകൾ നൽകാൻ നിശ്ചയിച്ചെങ്കിലും, ഒരു പ്രത്യേക കാര്യത്തിന് നിശ്ചയിച്ചെങ്കിലും ഈ 3 പേരുകളും തള്ളിക്കൊണ്ട് വേറൊരു പേരിലാണ് ഒരു കാര്യം അറിയപ്പെട്ടത്. കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്ക്, ഗ്രീൻ, DNA അങ്ങനെ 3 പേരുകൾ ഒരു കാര്യത്തിന് നൽകാൻ തീരുമാനിച്ചു. പക്ഷേ അത് 3ഉം വേണ്ട എന്ന് തീരുമാനിച്ചു. വേറൊരു പേരാണ് ഒരു കാര്യത്തിന് നൽകിയത്. അത് കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ മേഖലയെ കുറിച്ച് അറിയാവുന്ന സ്കൂളിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉത്തരം കണ്ടുപിടിക്കുക. ഈ ചോദ്യം വിദ്യാർത്ഥികളോടാണോ? വിദ്യാർത്ഥികൾക്ക് ആർക്കാണെങ്കിലും ചെയ്യാം. IT പ്രൊഫഷണൽസിനും അറിയാൻ പറ്റും. ആർക്കും ജനറൽ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനത്തിൽ നിന്ന് പുക ഉയരുന്നു. ദുബായിലേക്ക് പോകേണ്ട എമിറേറ്റ്സ് വിമാനത്തിൽ നിന്നാണ് പുക കണ്ടത്. യാത്രക്കാർ വിമാനത്തിൽ കയറുന്നതിന് മുൻപായിരുന്നു സംഭവം. ആ ദൃശ്യങ്ങളിലേക്ക്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് നൽകുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങൾ. റഹീസ്, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഈ പുക വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായിട്ടുണ്ടോ? യാത്രക്കാരെല്ലാം സുരക്ഷിതരാണോ? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവിടെ? പ്രജിൻ, പ്രവിത, ഇന്ന് 10 മണിക്ക് പുറപ്പെടേണ്ട ചെന്നൈയിൽ നിന്ന് ദുബായിലേക്ക് പോകേണ്ട എമിറേറ്റ്സ് വിമാനത്തിൽ നിന്നാണ് പുക ഉയരുന്നത്. ഇതേ വിമാനം 8:15 ഇന്ന് ദുബായിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിയതാണ്. അതിനുശേഷം അതിന്റെ ക്ലീനിങ് പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് ഇന്ധനം നിറച്ചു കഴിയുമ്പോഴാണ് പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ വേഗം തന്നെ എയർപോർട്ട് അധികൃതർ ഈ വിഷയം കാണുകയും വെള്ളമൊഴിച്ച് ഈ പുക കെടുത്തുകയും ചെയ്തിട്ടുണ്ട്.
ഇതിൽ 380 യാത്രക്കാരാണ് സഞ്ചരിക്കേണ്ടത്. ഇവരൊക്കെ വിമാനത്തിലേക്ക് കയറുന്നതിന് മുമ്പായിരുന്നു എന്തായാലും ഇത്തരത്തിൽ പുക ഉയരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവർ പാനിക് ആവുകയോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നിലവിൽ ഈ എയർപോർട്ട് അധികൃതർ ഒപ്പം തന്നെ സെക്യൂരിറ്റി സ്റ്റാഫുകളെല്ലാം തന്നെ എഞ്ചിനും മറ്റ് സാങ്കേതിക കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഇതിന് പ്രശ്നമില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരൊക്കെയും എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇവർ ആശങ്കയിലാണ്. 12 മണിക്ക് വിമാനം പുറപ്പെടും. പ്രജിൻ. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മൾ ഇടവേളയിലേക്ക് പോകും മുൻപ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതെ, ഗ്രീൻ ഓക്ക് DNA എന്നൊക്കെയുള്ള പേരുകൾ ആദ്യം ഇടാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് മറ്റൊരു പേര് നൽകിയ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതെന്താണെന്നാണ് ചോദിച്ചത്. ചില ആൾക്കാരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കുറെ ആൾക്കാർ ഇത് എന്ത് ചോദ്യമാണെന്നൊക്കെ, പക്ഷേ ഉത്തരം പറഞ്ഞ ആൾക്കാരുണ്ട്. എനിക്കൊന്ന് റെജുല എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ആദ്യം ശരി ഉത്തരം പറഞ്ഞത് ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ജാവയ്ക്ക് ആ പേര് കിട്ടിയത് ഇത് ആദ്യം ഇത്തരം പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഈ ജാവ എന്ന പേരിലേക്ക് വരാൻ കാരണം ഉണ്ടായിരുന്നു. കാരണം ഗോസ്ലിംഗ് എന്ന് പറയുന്ന ആളാണ് ജാവ എന്ന ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചത്. പക്ഷേ അദ്ദേഹം ഇന്തോനേഷ്യക്കാരനാണ്. അപ്പോൾ ഇന്തോനേഷ്യയിലെ ജാവ എന്ന് പറയുന്ന ദ്വീപുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. അപ്പം ജാവ എന്ന് പറയുന്ന ആ ദ്വീപിൻ്റെ പേര് തന്നെ ഇടാം ഈ ലാംഗ്വേജിന് എന്ന അവസാനം തീരുമാനിക്കുകയായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ അനുബന്ധമായി പറയട്ടെ, പെട്ടെന്ന് പറയാം. ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞ ആൾക്കാർക്ക് അറിയാം. അതിൻ്റെ ലോഗോ കണ്ടിട്ടുണ്ടോ? ഒരു കോഫിയാണ്. ഒരു ബന്ധവുമില്ലാത്തൊരു ലോഗോ ആണ് ആ ലാംഗ്വേജിൽ ഇട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാമോ? ഈ ഉത്തരം പിന്നീടേ പറയുള്ളൂ, നാളെ പറയുള്ളൂ. സ്റ്റോറീസ് രേണുക ശ്രീകൃഷ്ണ ഒക്കെ പറയുന്നുണ്ട് ജാവ എന്ന്. മനോജും ദിനേശ് ഹരിപ്പാടും അൻസു വയനാടും വിൻസിയും പറഞ്ഞു ജാവ എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ ലോഗോ ആ കോഫി മഗിൻ്റെതായത് എന്ന് നാളെ കണ്ടുപിടിച്ച് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അടുത്ത കഥയിലേക്ക് പോകാം. ചെസ് ഒളിമ്പ്യാഡിൽ ചരിത്ര നേട്ടം കുറിച്ച ഇന്ത്യൻ ടീമിന് വൻ വരവേൽപ്പ്. ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഡി ഗുകേഷ്, ആർ പ്രജ്ഞാനന്ദ, ആർ വൈശാലി എന്നിവർക്ക് ഗംഭീര സ്വീകരണമാണ് നൽകിയത്. ചതുരംഗപ്പലകയിൽ ചരിത്രമെഴുതിയ ഇന്ത്യയുടെ അഭിമാന താരങ്ങൾക്ക് നാടിന്റെ ആവേശോജ്വല സ്വീകരണം. ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ ചരിത്ര സ്വർണം നേടിയ ടീമിലെ ആർ പ്രജ്ഞാനന്ദ, ആർ വൈശാലി, ടീം നായകൻ ശ്രീനാഥ് എന്നിവരാണ് ചെന്നൈയിൽ ആദ്യം വിമാനമിറങ്ങിയത്. പൂച്ചെണ്ടും ഹാരവുമായി താരങ്ങൾക്ക് ஆராதகரோட வரவேற்பு. ரொம்ப சந்தோஷமாக இருக்குது. ஏன்னா போன வாட்டி அக்கா சொன்ன மாதிரி ரொம்ப கிட்ட வந்து ரெண்டு டீமே ரொம்ப கிட்ட வந்து கடைசி நேரத்தில் தான் வெற்றி தவற விட்டோம். ஸோ இந்த வாட்டி அதுவும் ஓப்பன் டீம் இவ்வளோ டாமினண்ட்டாக வின் பண்ணியிருக்கோம். ஸோ அதுவே ரொம்ப சந்தோஷமாக இருக்குது. ടൂർണമെന്റിലെ ടോപ്പ് സീഡ് ഫാബിയാന കരുവാനെ അടക്കം അട്ടിമറിച്ച് ഇന്ത്യൻ ജയത്തിൽ പ്രധാന പങ്കുവഹിച്ച ഡി ഗുകേഷും പിന്നാലെ എത്തി. വൈകാതെ താരങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമോദന ചടങ്ങുകളുണ്ടാകും. ചെസ് ലോകകപ്പിലെയും ചെസ് ഒളിമ്പ്യാഡിലെയും മിന്നും വിജയത്തിനു പിന്നാലെ എല്ലാ ഇന്ത്യൻ ആരാധകരും ഉറ്റുനോക്കുന്നത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലേക്കാണ്. അവിടെയും മിന്നും ഫോം തുടർന്നാൽ ഇന്ത്യയുടെ ഗുകേഷിന് ലോക ചാമ്പ്യനാകാം. ചെന്നൈയിൽ നിന്നും ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ചതുരംഗപ്പട വിജയശ്രീലാളിതരായി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, വലിയ അഭിമാനമാണ്. അങ്ങനെ അഭിമാനിക്കാവുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. പുരുഷന്മാരുടെ കഴിവും അറിവും മാറ്റുരയ്ക്കുന്ന റോയൽ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ ആദ്യമായി ഒരു മലയാളി 3ാം സ്ഥാനം നേടി. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിയായ അശ്വിൻ സുഗതനാണ് ആ നേട്ടം സ്വന്തമാക്കിയത്. കേരളീയ വേഷമണിഞ്ഞ് റാമ്പിൽ ചുവടുവെച്ച് അശ്വിൻ സുഗതൻ റോയൽ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പായി. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തതിൽ കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തിയാണ് 21-കാരനായ അശ്വിൻ. ജയ്പൂരിലായിരുന്നു മത്സരം. ആക്ച്വലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്യൂട്ടി പേജൻറ്റ്. അപ്പോൾ റോയൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ബാനറിനകത്ത് റോയൽ മിസ്റ്റർ ഇന്ത്യ, അതുപോലെ തന്നെ വേറെ കാറ്റഗറീസ് ഉണ്ടാവും. മിസ്റ്റർ ഇന്ത്യ, മിസ്സിസ് ഇന്ത്യ, മിസ് ഇന്ത്യ, അതുപോലത്തെ കുറേ കാറ്റഗറീസ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാനായിരുന്നു കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് പോയ കണ്ടസ്റ്റൻ്റ്. ഫാഷൻ ഡിസൈനിങ്ങിലും താല്പര്യമുള്ള അശ്വിൻ ഈ നേട്ടം കരസ്ഥമാക്കുന്ന ഏക മലയാളി വിദ്യാർത്ഥിയാണ്. ടാലൻറ്റ് റൗണ്ടിൽ ക്ലാസിക്കൽ ഡാൻസും 2ാം റൗണ്ടിൽ രാമായണം പ്രമേയമാക്കിയുള്ള വേഷം ധരിച്ചും
അവസാന റൗണ്ടിൽ വെസ്റ്റേൺ വേഷത്തിലുമെത്തി പുതുതലമുറയ്ക്കുള്ള ഉപദേശവും നൽകിയാണ് സെക്കൻഡ് റണ്ണറപ്പ് ആയത്. ക്രൈറ്റീരിയസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ദർ ആർ സോ മെനി സോഷ്യൽ സ്റ്റിഗ്മാസ്. ഇപ്പോൾ കളർ, അതുപോലെ തന്നെ ബോഡി, അങ്ങനെ കുറേ സംഭവം നമുക്ക് എന്തുണ്ടാവും, അങ്ങനെ ഓരോ സോഷ്യൽ സ്റ്റിഗ്മാസ് ഉണ്ട്. അപ്പോൾ ഇനി ഫ്രം ദ ഇനീഷ്യൽ ടൈം എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിക്കുക, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ആക്ച്വലി ബ്യൂട്ടി ഈസ് നോട്ട് ഓൾ അപ്പ് ടു ഔട്ട്ലുക്ക്, റൈറ്റ്, ബ്രെയിൻ ടു. സോ ഐ ജസ്റ്റ് വാണ്ട് ടു പ്രൂവ് ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. സോ അതായിരുന്നു എൻ്റെ ഒരു മെയിൻ ലക്ഷ്യം. വിഴിഞ്ഞം കോട്ടുകാൽ സ്വദേശികളായ സുഗതൻ്റെയും സിന്ധുവിൻ്റെയും മകനാണ്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അശ്വിൻ. ശരീര സൗന്ദര്യ സങ്കല്പത്തിനപ്പുറം കഴിവും അറിവും പരീക്ഷിക്കുന്ന മത്സരമാണ് റോയൽ മിസ്റ്റർ ഇന്ത്യ. 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. നമ്മൾ മറ്റൊരു രസകരമായ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ഓണാഘോഷത്തിനിടെ പാട്ടുപാടി വൈറലായ ഒരു യുവാവ്. പാട്ട് കേട്ട് എല്ലാവരും യുവാവിനെ തേടുകയായിരുന്നു. ഏയ് ബനാനെ ഒരു പൂ തരാമോ എന്ന് തുടങ്ങുന്ന പാട്ടാണ് അദ്ദേഹം പാടിയത്. അതെ, അത് പാടിയത് മലപ്പുറം തിരൂർ സ്വദേശി അഫ്സലാണ്. ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മറ്റു വിശേഷങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ചധികം ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് വൈറലാവുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പാട്ട് കണ്ടതും പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ പാട്ടൊന്ന് കണ്ടു നോക്കാം. ഈ പാട്ട് പാടിയത് തിരൂർ സ്വദേശി അഫ്സലാണ്. അഫ്സൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ്, ആകെ അങ്ങ് വൈറലായല്ലേ? അതെ, വൈറലായി. നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഞാൻ ഒരുപാട് കാലങ്ങളായി ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണം. പക്ഷെ ഇന്ന് വരെ വൈറലാവണം എന്നുള്ള രീതിയിൽ ഒരുപാട് റീൽസ് ഞാൻ ചെയ്തിരുന്നു. അപ്പോഴൊന്നും ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഒന്നും പ്രതീക്ഷിക്കാതെ ഞാനൊരു സോങ് ആലപിച്ചു. അത് ഫസ്റ്റ് ഡേ ഓണായിരുന്നു. ഓണത്തിൻ്റെ അന്ന് വൈകിട്ടായപ്പോൾ തന്നെ എല്ലാവരും വിളിച്ച് ചോദിക്കൽ തുടങ്ങി, ഇങ്ങനെ സോങ് പാടിയിരുന്നല്ലേ. എന്താ തമാശ, എല്ലാം നിരാശ, എന്താ വേഷ നൂലമാല, എന്താ തമാശ, എല്ലാം നിരാശ, എന്താ വേഷ നൂലമാല, ഹേയ് ബനാനെ ഒരു പൂ തരാമോ, ഹേയ് ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൽ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ, മന്ദാകിനി ഒന്നാകുമോ, ചിന്താമരേ എന്താമരേ. ആ പാട്ട് പാടുന്നതിനോടൊപ്പം തന്നെ ആ പാട്ട് നോക്കി ഒന്ന് ആസ്വദിക്കുന്ന ഒരു സാരി ഉടുത്തൊരു പെൺകുട്ടി കൂടി അതിനോടൊപ്പം വരലായിരുന്നു. അവർ കൂടി നമ്മോടൊപ്പം ഉണ്ട്. എന്താ പേരെന്താ? എൻ്റെ പേര് അബൽമ. ഞാൻ വട്ടാമ്പിൽ നിന്നാണ് വരുന്നത്. ഞാനും പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് ഓണ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഞാനും ബാക്കിൽ ആസ്വദിച്ച് നിന്നിരുന്നു. അറിയാതെ വൈറലായി എന്ന് പറയാം. അങ്ങനെ ഞാൻ പട്ടാമ്പി തന്നെയാണ് പഠിക്കുന്നത്. +2 സ്റ്റുഡൻ്റാണ്. എന്തായാലും അടിപൊളി. ആകെ രണ്ടുപേരും ആകെ വൈറലായി മാറിയിരിക്കുകയാണ്. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. അപ്പോൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാവുന്നു. നാളെ ഒരുപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും പാട്ടൊക്കെയായി നമ്മൾ വീണ്ടും എത്തും. അതെ, അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി നേരുന്നു. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വായിക്കാത്തത്. നാളെ എന്താണെങ്കിലും ഈ പരാതി പരിഹരിക്കാം. ഗുഡ് നൈറ്റ്. ഇനി ലെബനൻ സ്പെഷ്യൽ എഡിഷൻ വേൾഡ് റൗണ്ടപ്പ് കാണാം.